ABVP മുൻ സംസ്ഥാന അധ്യക്ഷനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അരുൺ മോഹനും ചേരുന്നു. അരുൺ മോഹൻ, ഇപ്പോൾ PM ശ്രീ ആദ്യ ഗഡു ലഭിച്ചു എന്ന് പറയുന്നത് തന്നെയല്ലേ ശരി? അതെ, തീർച്ചയായിട്ടും. കാര്യം PM ശ്രീയിൽ നിന്ന് പിന്മാറി മരവിപ്പിക്കുന്നു, മരച്ചു കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി മരയ്ക്കാനുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാർത്തകൾ. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം അബദ്ധ ജടിലമായ കാര്യങ്ങളാണ് ഈ കേരളത്തില് വ്യാപകമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അവരെ നിയന്ത്രിക്കുന്ന മന്ത്രിമാര് തന്നെ ഈ വിവരക്കേടുകൾ ഇങ്ങനെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. ഇത് മരവിപ്പിച്ചത് അല്ലെങ്കിൽ പിന്മാറിയത്, ഒപ്പുവെച്ചത്, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് CPM-ഉം CPI-യും അതിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒരുമിച്ച് ആലോചിക്കാതെ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു പ്രസ്താവന ഇന്ന് രാവിലെ കിടക്കുന്നത് കണ്ടു. ഇത് ജനങ്ങളെ ഇങ്ങനെ നിരന്തരം ഇത് അറിയുന്നില്ലെന്നുള്ള അതിനകത്ത് കാര്യം PM ശ്രീയിൽ ഒപ്പുവെച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും അല്പം താമസിച്ച ശേഷമായാലും നല്ല ബുദ്ധി ഉദിച്ചതിന് പ്രകാരം കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, വനവിശേഷ വകുപ്പ് മന്ത്രി കേരളത്തിനെ അനുമോദിച്ചു മീൻസ് ആശംസ അറിയിച്ചത് നമ്മൾ കണ്ടു. അതിനുശേഷം പിന്മാറിയവരും അല്ലെങ്കിൽ മരവിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ ഈ കേരളത്തിൽ കിടന്നടിക്കുന്ന ഡയലോഗൊന്നും അവരാരും അറിയുന്നതേ ഇല്ല. SSK ഫണ്ട് ബോധപൂർവം അതാ മരവിപ്പിച്ചതിന്റെ പേരിൽ SSK ഫണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നു കേന്ദ്രം എന്ന് പറഞ്ഞ് വാർത്ത ഈ കേരളത്തിൽ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഈ 92.41 കോടി രൂപ അനുവദിച്ചത് ഈ പിടിച്ചു വെച്ച ഫണ്ടാണോ എന്നുള്ളത് ഈ കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പരസ്യമായി മാധ്യമങ്ങളോട് ജനങ്ങളോട് പറയാൻ തയ്യാറാവണം. ഇവിടെ എവിടെയാണ് പിടിച്ചുവെപ്പ്? കേരളത്തിനോട് ആരാണ് വിവേചനം കാണിച്ചിരിക്കുന്നത്? കേരളത്തിലെ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും വിവേചനം കാണിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ്. അല്ലെങ്കിൽ കേവലം രാഷ്ട്രീയപരമായ ഒരു ഒത്തുകളിക്ക് വേണ്ടി. ഞാൻ എന്റെ ഒരേ ഒരു സംശയം കൂടി ഞാൻ പങ്കുവച്ചോട്ടെ. ഈ മന്ത്രിസഭ ഉപസമിതിയെ തീരുമാനിച്ചു. ഈ വിഷയത്തിൽ മന്ത്രിസഭ ഉപസമിതിയുടെ കാലാവധി പറഞ്ഞിട്ടുണ്ടോ? ഈ കാലാവധി ഞാൻ പറയാം. ഉപസമിതിയുടെ കാലാവധി എന്ന് പറയുന്നത് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും അതിനുശേഷം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം മരവിപ്പിച്ച് PM ശ്രീ ഇതാ പുനഃസ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയും വരും. അപ്പോഴും കേന്ദ്രം ഇതൊന്നും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ കേരളത്തിൽ കേവലം SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ സമസ്തയുടെയും ഒക്കെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ നടത്തി പോകുന്നു എന്നല്ലാതെ അതിൽ കവിഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൊന്നും, ഇവർ കളിക്കുന്ന നാടകങ്ങളിലൊന്നും യാഥാർത്ഥ്യമില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇന്ന് ഈ 92.41 കോടി രൂപ SSK ഫണ്ട് കേരളത്തിലേക്ക് വന്നതിലൂടെ, അല്ലെങ്കിൽ PM ശ്രീയുടെ ആദ്യ ഫണ്ട് അങ്ങനെ തന്നെ പറയണം. അനിൽ പേര് പറഞ്ഞ് വളരെ ശരിയാണ്. PM ശ്രീയുടെ ആദ്യ ഫണ്ട് കേരളത്തിലേക്ക് എത്തിയതിലൂടെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശ്രീ അരുൺ മോഹൻ, ധാരണാപത്രം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തയക്കും എന്നല്ലേ പറഞ്ഞത്? നോക്കൂ, ഇതുവരെയായിട്ടും അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല. വീണ്ടും വീണ്ടും താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുസമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ഇത് സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി 60% ഇൻവെസ്റ്റ്മെന്റ് കേന്ദ്രം നടത്തുന്ന സംസ്ഥാനങ്ങൾ 40% കൂടി പങ്കാളികളാവുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി മരവിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഭൂലോക വിഡ്ഢിത്തരമാണ്. മരവിപ്പിക്കുക എന്നൊരു ടേം ഇവിടെ ഇല്ല. ഇത് കൺകറന്റ് ലിസ്റ്റ്, വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ട് ഫെഡറൽ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ സ്വാഭാവികമായും സംസ്ഥാനങ്ങളുമായി കൂടിയാലോചന ഇല്ലാതെ അടിച്ചേൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല PM ശ്രീയെ സംബന്ധിച്ച ഡീറ്റെയിലിംഗ് എല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിന്റെ ഭാഗമായി അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു കരാറിൽ നിന്ന് ഇനിയിപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണെങ്കിലും PM ശ്രീയിൽ പങ്കാളികളാവുക എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭൂരിപക്ഷം പങ്കാളിത്തം, സാമ്പത്തിക ഇൻവോൾവ്മെന്റ് ആർക്കാണോ ഉള്ളത് അവരുടെ അവകാശമില്ലേ അത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കേരളത്തിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കുമോ? ഇനി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷം അത് മരവിപ്പിക്കുക എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇതെല്ലാം വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊട്ടിയിടാൻ വേണ്ടി മാത്രമാണ്. ഇത് മുഖ്യമന്ത്രിയുടെ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ തീരുമാനപ്രകാരമല്ലാതെ, പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനപ്രകാരം അല്ലാതെ PM ശ്രീയിൽ ഒപ്പുവെക്കുമെന്ന് കരുതത്തക്ക വിഡ്ഢികളാണോ നമ്മളൊക്കെ? അപ്പം ഇത് കൃത്യമായി തന്നെ
ഒപ്പുവെച്ചു. കാര്യം അതിനെ ABVP സ്വാഗതം ചെയ്തതാണല്ലോ. ABVP ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അടിമയല്ലാതെ പ്രവർത്തിക്കുന്ന സംഘടന ആയതുകൊണ്ട് അവരതിൽ ഒരു രാഷ്ട്രീയം നോക്കാൻ പോയില്ല. സ്വാഭാവികമായിട്ടും ABVPയുടെ മുതിർന്ന കാര്യകർത്താക്കൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടു, ശിവൻകുട്ടിയെ കണ്ടു. അത് നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിനൊടുവിൽ ലഭിച്ച ഈ ഒരു അംഗീകാരത്തിന് അദ്ദേഹത്തിനോട് അവർ ചെന്ന് നന്ദി പറയാൻ തയ്യാറായി. അതിന് ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയെ തെരുവിൽ എന്താണ് പറയുന്നത്, ക്രൂരമായി ഗുണ്ടകളെ അയച്ച് തല്ലിച്ചതച്ച ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അങ്ങനെ തന്നെ പറയണം. പോലീസിന് മാത്രം മർദ്ദനം ആയിരുന്നില്ല, SFI ഗുണ്ടകൾ ഉൾപ്പെടെ മർദ്ദനത്തിൽ ആ ചെറുപ്പക്കാരൻ അതെ, ഈശ്വരപ്രസാദിനെ തമ്പാനൂരിൽ ഇട്ട് ആ നടു റോഡിലിട്ട് തല്ലിയ ദൃശ്യങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. അത്ര ക്രൂരമായി തല്ലി ഗുണ്ടകളെ ഉപയോഗിച്ച്, പാർട്ടി ഗുണ്ടകളെ ഉപയോഗിച്ചും പോലീസിനെ ഉപയോഗിച്ചും അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും ഒടുവിൽ നിർബന്ധപൂർവ്വം അവർക്ക് ഒപ്പുവെക്കേണ്ടി വന്ന ഒരു കാര്യത്തില് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേ ഈശ്വരപ്രസാദ് തന്നെ ആ മനുഷ്യനെ ചെന്ന് കാണുന്ന സമയത്ത് അദ്ദേഹത്തിനുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും ആദരവും കൊടുത്തുകൊണ്ട്, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, ഇത് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും മാതൃകയാക്കേണ്ടുന്ന ഒരു സംഘടനാ പ്രവർത്തനമല്ല. ഇങ്ങനെയല്ലേ കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കേണ്ടത്? അല്ലാതെ സങ്കുചിതമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ വർഗീയപരമായ പരാമർശങ്ങൾ നടത്തിയൊക്കെ മനുഷ്യനെ സ്പ്ലിറ്റ് ചെയ്യുന്നിടത്തു നിന്ന് നേരെ മറിച്ച് ഒരു വലിയ സംസ്കാരം കാണിച്ചു കൊടുത്ത മഹത്തായ സംഘടനയാണ് ABVP. അപ്പോൾ ഇത്തരത്തില് ABVP മുന്നോട്ട് വെച്ച സ്വാഭാവികമായിട്ട് ABVPയുടെ സംസ്ഥാന കാര്യകർത്താക്കൾ ഈ വിഷയത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അവസാനം വന്നത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. PM ശ്രീയിൽ നിന്ന് ഇനി പിന്മാറാൻ കേരളത്തിന് മാത്രമായിട്ട് കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ടെക്നിക്കൽ സൈഡ്, ലീഗൽ സൈഡൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരാകും. കാര്യം ഈ ഇവിടുത്തെ സാധാരണക്കാരന്റെ, കർഷക തൊഴിലാളികളുടെ, മത്സ്യബന്ധന തൊഴിലാളികളുടെ, കൂലിപ്പണിക്കാരന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി സമരം ചെയ്ത് നേടിയെടുത്തതാണിത്. അതുകൊണ്ട് രാഷ്ട്രീയം പറയുന്നവർക്ക് ഇത് പുറമെ പറഞ്ഞു പോകാമെന്നല്ലാതെ, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഉപസമിതിയെ തീരുമാനിച്ചതിന് കാലാവധി നിശ്ചയിക്കാഞ്ഞത് ഈ ഉപസമിതി ഒരു പ്രഹസനം മാത്രമാണ്. ഈ ഉപസമിതി റിപ്പോർട്ട് കൊടുത്തു, PM ശ്രീ കൊള്ളാം എന്ന് പറഞ്ഞ് ഈ നമ്മുടെ ഈ LSGD ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, തൊട്ടടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞതിന് ശേഷം ഒറ്റയാഴ്ച നോക്കിയോ, ഏറിപ്പോയാൽ ഒരു മാസം, അതിനുള്ളിൽ ഉപസമിതി തിരുത്തലോടുകൂടി എന്നൊക്കെ ചിലപ്പോൾ കേരളത്തിൽ പറഞ്ഞേക്കും, ഞങ്ങൾ പറഞ്ഞതെല്ലാം അംഗീകരിച്ചു, മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് SFI ഉൾപ്പെടെ KS ഉൾപ്പെടെയുള്ള സംഘടനകൾ മുമ്പോട്ട്, കാര്യം വേറെ നിവൃത്തിയില്ലല്ലോ അവർക്ക്. അതുകൊണ്ട് ഇത് വീണ്ടും നാടകം മാത്രമാണ്. ഈ നാടകം ഇലക്ഷനിൽ തന്നെ ജനങ്ങൾ തിരിച്ചറിയും. കാര്യം ഇപ്പൊ ഈ പണം അനുവദിച്ചത് എങ്ങനെയാണ്, പിന്നെ SSK ഫണ്ട് തടഞ്ഞു വെച്ചു എന്ന് ഇവരെല്ലാം പറഞ്ഞിടത്ത് ഇതേ SSK ഫണ്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇനി SSK ഫണ്ട് അനുവദിച്ച് PM ശ്രീയുടെ ആദ്യ ഗഡു വന്നു കഴിഞ്ഞു. PM ശ്രീ തത്വത്തിൽ അംഗീകരിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം PM ശ്രീയുടെ ഗുണഭോക്താക്കളായി മാഹിയിലൊക്കെ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിനെ കുറിച്ചുള്ള റിപ്പോർട്ടൊക്കെ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടത് ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയം കാണിക്കാതെ അവിടുത്തെ മുഴുവൻ അധ്യാപകരും പറയുന്നു, ഞങ്ങൾക്ക് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി SMC ഒരു കാര്യം എഴുതി ആവശ്യപ്പെട്ടാൽ വിത്തിൻ 1 വീക്ക് അവർ പറഞ്ഞത് 44 ലക്ഷം രൂപയാണ് അവരുടെ സ്കൂളിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത്. ആ വിദ്യാലയം ഇന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലാണെങ്കിലും ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗിലാണെങ്കിലും എല്ലാം കേരളത്തിന് മാതൃകയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള മാതൃകാ വിദ്യാലയങ്ങൾ കൂടുതൽ കേരളത്തിന് ആവശ്യമാണ്. കേരളത്തിലൊരു കൃത്യമായ വിദ്യാഭ്യാസ പദ്ധതി, കൃത്യമായ രീതിയിൽ ഒരു ദേശീയ ആവിഷ്കൃതമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ അനിവാര്യമാണ്. അതിനെ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും അതിശക്തമായി ചെറുക്കാൻ ABVP ഉൾപ്പെടെയുള്ള സംഘടനകൾ കേരളത്തിലുണ്ടാവും, കുട്ടികളുണ്ടാവും, രക്ഷകർത്താക്കളുണ്ടാവും. ഈ ചീഞ്ഞ രാഷ്ട്രീയത്തെ ഈ ഇലക്ഷനിൽ തന്നെ ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നന്ദി അരുൺ മോഹൻ, കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചതിനും വ്യക്തമായി അവതരിപ്പിച്ചതിനും. സംസ്ഥാനത്തിന് SSK ഫണ്ടിൻ്റെ ആദ്യ ഗഡു നൽകി കേന്ദ്രം 92.41 കോടി രൂപയാണ് നൽകിയത്. രണ്ടാം ഗഡു ഉടൻ ലഭിക്കും. PM ശ്രീ പദ്ധതിയുടെ ആദ്യ ഗഡുവാണ് ലഭിച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതി സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്.